എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 24 പദ്യം മുതലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 23 പദ്യത്തിൽ ഗുരുദേവൻ പറഞ്ഞത്, ഒരു സത്യാന്വേഷി രാപകൽ തനിക്കു വേണ്ടിയും അന്യർക്കു വേണ്ടിയും പ്രവർത്തിച്ച് ജീവിതം പൂർണ്ണ ധന്യതയിൽ എത്തിക്കുന്നു. നേരെ മറിച്ച് ഒരു സ്വാർത്ഥമോഹി തനിക്കു വേണ്ടി മാത്രം കർമ്മം ചെയ്ത് പൂർണ്ണ പരാജയം അടയുന്നു. ഇതെന്തുകൊണ്ട്? നമ്മൾ പലരും കരുതുന്നത് പോലെ കർമ്മം ചെയ്ത് ഭൗതിക സമ്പത്ത് നേടി മാത്രം ഒരിക്കലും ഒരു ജീവിതവും ധന്യമാവില്ല. എന്തിന് കർമ്മം ചെയ്യുന്നു? സത്യം ഉറപ്പുവന്ന് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് അവസാന നിമിഷമെങ്കിലും ഉറപ്പുവരുത്താനാണ്. കാര്യം വ്യക്തമല്ലേ? മരിക്കാൻ പോകുന്നു, ശരീരമൊക്കെ ക്ഷീണിച്ചു, ഇനിയും കർമ്മം ചെയ്യാനുണ്ട് എന്ന് മനസ്സിൽ ഉത്കടമായ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് സ്വസ്ഥതയാണ്? ജീവിതം വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇനിയും ഒരുപാട് കർമ്മം ചെയ്യാനുണ്ട്, അനുഭവിക്കാനുണ്ട്, ഇനിയും ഒരുപാട് ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനുണ്ട്. സത്യം അന്വേഷിക്കാത്ത ഒരാൾക്ക് ജീവിതാവസാനം ഇതാണ് മനോഭാവം, പൂർണ്ണ പരാജയം. നേടിയതൊന്നും സുഖിപ്പിക്കുന്നില്ല, ഇനി ഒട്ടേറെ നേടാനുണ്ട്, അതിന് കർമ്മം ചെയ്യണം. നേരെ മറിച്ച് സത്യം അന്വേഷിക്കുന്നു. എന്താണ് സത്യം? ഒരേ ഒരു ബോധവസ്തു, എല്ലാവരിലും ആ സത്യം നിറഞ്ഞു നിൽക്കുന്നു. ആ സത്യം തന്റെ ഉള്ളിൽ തെളിഞ്ഞ് അനുഭവപ്പെടുന്നു. അത് ജഡമല്ല, അത് ആനന്ദസ്വരൂപമാണ്. ഒരു കർമ്മവും ചെയ്യാതെ, പുറത്ത് ഒന്നിനെയും ആശ്രയിക്കാതെ ഞാൻ ആനന്ദസ്വരൂപനായി നിലനിൽക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഒന്നും ആവശ്യമില്ല. ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം. ഞാൻ ധന്യനാണ്, ധന്യനാണ്, 3 തരം ധന്യനാണ്. എന്തുകൊണ്ട്? ഞാൻ നിത്യമുക്തമായ ആനന്ദവസ്തുവാണ്. ഇതനുഭവിക്കാനാണ് കർമ്മം ചെയ്യുന്നത്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈ അനുഭവം ഉറപ്പുവരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉറപ്പുവരണമെങ്കിൽ അന്യരെയൊക്കെ സകലതിനെയും ബോധസ്വരൂപമായി, ഈശ്വരസ്വരൂപമായി ഉറപ്പിച്ചുറപ്പിച്ച് കർമ്മരംഗത്ത് മുന്നോട്ട് പോയാലേ പറ്റൂ. യുദ്ധമായാൽ പോലും ശത്രുക്കളുൾപ്പെടെ സകലരും ഈശ്വരസ്വരൂപം. ഒടുവിൽ അത് നല്ലവണ്ണം തെളിഞ്ഞു, നല്ല സുഖം. ഇത് അന്യനിൽ വിദ്വേഷത്തോടുകൂടി കർമ്മം ചെയ്താൽ ഒരാൾക്ക് എങ്ങനെ സാധ്യമാവും? അപ്പോൾ അന്യർക്ക് വേണ്ടിയും രാപകൽ പ്രവർത്തിക്കുന്നു. ശത്രുക്കളായാൽ പോലും അവർക്ക് വേണ്ടിയും ഉള്ളിൽ അവരെപ്പോലും ഈശ്വരനായി കണ്ട് കർമ്മം ചെയ്യുന്നു. എന്തിന്? കർമ്മത്തിൽ നിന്നും ഭിന്നമായ ആത്മാനന്ദം അനുഭവിക്കാൻ. കർമ്മമൊക്കെ അതിനുപകരിക്കണം. ജീവിതം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, ഇനി എന്താ വേണ്ടത്? ഒന്നും വേണ്ടേ? ഒന്നും വേണ്ട. എന്താ? നല്ല സുഖം. എന്നോട് 1-2 പേര് വീട്ടിൽ വന്ന് ചോദിച്ച്, സാറിന് എന്താ വേണ്ടത്? ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് വേണ്ടത് ഈശ്വരനെയാണ്. അത് ഇതാ നിൽക്കുന്നു ഈ ചോദിക്കുന്നയാൾ. അങ്ങ് അതാണ്, എനിക്കിനി ഒന്നും വേണ്ട. ഇത് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവസാന കാലത്ത് ചെയ്തതൊക്കെ പരാജയം. വീട് വെച്ചു, പണമുണ്ടാക്കി, എന്തെങ്കിലും സുഖിപ്പിക്കുന്നുണ്ടോ അവസാനം? നേരെ മറിച്ച് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് നോക്കുക, നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം 3 ലോകേഷു കിഞ്ചന. അർജുന, എനിക്ക് 3 ലോകത്തും യാതൊന്നും ചെയ്യാനില്ല. നാനവാപ്തം അവാപ്തവ്യം. കിട്ടാത്തതൊന്നും എനിക്ക് കിട്ടാനില്ല. ഞാൻ നിരന്തര ആനന്ദം അനുഭവിക്കുന്നു. ഇനി എന്ത് കിട്ടാനാണ്?
ഇതിനു വേണ്ടിയല്ലേ രാപകൽ കർമ്മം ചെയ്യുന്നത്? അപ്പോ അന്യനെ വിദ്വേഷിച്ചുകൊണ്ട്, അന്യനോട് ദ്രോഹചിന്ത വെച്ചുകൊണ്ട് ഒരാൾ കർമ്മരംഗത്ത് വർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആ പ്രതികാര ചിന്ത, ദ്രോഹചിന്ത വളർന്നുകൊണ്ടിരിക്കും. അന്ത്യകാലമാവുമ്പോൾ എരിയിൽപ്പെട്ട് പിടഞ്ഞ് ജീവിതം അവസാനിക്കേണ്ടതായും വരും. അതുകൊണ്ടാണ് സത്യാന്വേഷികൾ അവരനു വേണ്ടി അഹർനിശം പ്രയത്നം. അവരനും ഞാനും ഒന്ന്. അവൻ ബാഹ്യതലത്തിൽ ശത്രുവാവട്ടെ മിത്രമാവട്ടെ, പക്ഷെ സത്യസ്ഥിതിയിൽ ബോധരൂപൻ, ഞാനും ബോധം, ബ്രഹ്മം, അവനും ബോധം. ഉള്ളിൽ നിന്ന് ഇതൊരിക്കലും വിട്ടുപോകാൻ പാടില്ല. സകലരിലും ആ സത്യത്തെ കാണുക. അതോടുകൂടി നമ്മുടെ മനസ്സിൽ നിരന്തരമായ ആനന്ദം സാധ്യമാകും. ഇത് കർമ്മം ചെയ്യുമ്പോഴൊക്കെ ശീലിക്കണം. അർജുനനോട് ആവർത്തിച്ച് കൃഷ്ണൻ പറയുന്നത് അതാണ്. അർജുന, മത്തപരതരന്നന്യ കിഞ്ചിതസ്തി ധനഞ്ജയ. എന്നിൽ നിന്നും ഭിന്നമായി ഇവിടെ ഒരു ഭീഷ്മരോ ദ്രോണരോ നീയോ ഞാനോ ആരുമില്ല. ഞാൻ മാത്രം. ഈ എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ. ഞാനല്ലാതെ മറ്റൊന്നുമില്ലടോ. പിന്നെ എന്തിനു കർമ്മം ചെയ്യണം, യുദ്ധം ചെയ്യണം? കൃഷ്ണ, നിനക്ക് ഈ സത്യം ഉറപ്പുണ്ടോ? നീ യുദ്ധം ചെയ്യേ വേണ്ട, ഒരു സംശയവുമില്ല. അല്ല, യുദ്ധം ചെയ്യണമായിട്ടൊന്നുമല്ല. യുദ്ധം ചെയ്യുന്നതുൾപ്പെടെയുള്ള എല്ലാ കർമ്മവും വെറും ഭ്രമം, ബോധത്തിൽ, അഖണ്ഡ ബോധത്തിൽ. അങ്ങനെ ഒരു കർമ്മചലനത്തിന് പ്രസക്തിയേയില്ല. ഗുരുദേവൻ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ പറയുന്നു, കർമാപ്യാസത്, കർമ്മമില്ലാത്തത്. അപ്പൊ പിന്നെ എന്തിനോ ഈ കർമ്മ ദുഃഖത്തിൽ വന്ന് പെട്ടു, ഇതെങ്ങനെയെന്ന് പോലും നിശ്ചയമില്ല. അതിൽ നിന്നൊന്ന് വിടർന്നു കിട്ടണം. അതിലെന്താ? സത്യം ഉറപ്പിക്കൂ, വേറെ മാർഗമില്ല. വേറെ നിരന്തരം എന്ത് നല്ല കർമ്മം ചെയ്താലും വലിയ വിശേഷമൊന്നുമില്ല, അതൊക്കെ വാസനയായിത്തീരും. ഇതാണ് 23-ാം പദ്യത്തിൽ പറഞ്ഞത്. എന്തിനങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി രാപകൽ പ്രയത്നിക്കണം? അതിന് ഉത്തരവാണ് അടുത്ത പദ്യം 24. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരേണം. അവൻ ഇവൻ എന്നിങ്ങനെ വേർതിരിച്ചറിയുന്നതൊക്കെ, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ, ചിന്തിച്ചു നോക്കൂ. എന്താ ചിന്തിക്കേണ്ടത്? അവനാര്? ബോധം, ബ്രഹ്മം, ആത്മാവ്. എങ്ങനെ അറിയാം? ബോധമില്ലെങ്കിൽ അവനില്ല. ഞാനോ ബോധമില്ലെങ്കിലില്ല. ബോധം ജഗത്തിന്റെ പരമകാരണം, വസ്തു. മറ്റെല്ലാം അതിലെ നാമരൂപങ്ങൾ. നാമരൂപങ്ങളിലെ വസ്തു കണ്ടുപിടിക്കാൻ, പരമകാരണം കണ്ടുപിടിക്കാൻ എന്താണ് യുക്തി? വളരെ ലളിതം. ഏതുണ്ടെങ്കിൽ നാമരൂപങ്ങളുണ്ട്, ഏതില്ലെങ്കിൽ നാമരൂപങ്ങളില്ല. അതിനെ കണ്ടുപിടിക്കൂ. ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു. നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള ദൃഷ്ടാന്തമാണ്. ഏതുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, ആഭരണ നാമരൂപങ്ങളുണ്ട്. സ്വർണം വസ്തു, ആഭരണം നാമരൂപങ്ങൾ. ഏതുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, സ്വർണം. ഏതില്ലെങ്കിൽ ആഭരണങ്ങളില്ല, സ്വർണം. അതുകൊണ്ട് ആഭരണങ്ങളൊക്കെ എന്ത്? സ്വർണം. ഈ ജഗത്തിൽ അമീബ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ ഏതുണ്ടെങ്കിലുണ്ട് ബോധം, കോൺഷ്യസ്നസ്. ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യട്ടെ? ബോധം ഇല്ലെങ്കിലും ഞാനുണ്ട് എന്നാരെങ്കിലും പറയട്ടെ? ബോധമില്ലെങ്കിലും മറ്റു പലതുമുണ്ട്, ആരെങ്കിലും തെളിയിക്കട്ടെ? ഇത്ര എളുപ്പമായിട്ടുള്ളത് എന്തുകൊണ്ട് ബുദ്ധിമാന്മാർ ഉൾക്കൊള്ളുന്നില്ല? അപ്പോ പരമകാരണം കണ്ടുപിടിക്കാൻ നാമരൂപങ്ങൾ എന്തും ഏതുണ്ടെങ്കിലുണ്ട്, ഏതില്ലെങ്കിലില്ല
എന്ന യുക്തി മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് യുക്തി ചിന്തിച്ചു നോക്കൂ. അവൻ ഇവൻ, അവനാര്? ബോധം, അല്ലാതെ ഈ ജഡശരീരമല്ല. എന്തുകൊണ്ട്? ബോധമില്ലെങ്കിൽ അവനില്ല. ഇവനാര്? ബോധം, ബോധമില്ലെങ്കിൽ ഇവനില്ല. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ എന്ന് പറഞ്ഞാൽ അമീബ മുതൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വരെ ചിന്തിച്ചാൽ, അല്പം ഒന്ന് ചിന്തിക്കണം. ആദിമമായൊരാത്മരൂപം നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു? എന്തുണ്ടായിരുന്നേ പറ്റൂ? വസ്തു. ആഭരണ നാമരൂപങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് സ്വർണം ഉണ്ടായിരുന്നേ പറ്റൂ. ഭാഗവതത്തിൽ, ചതുശ്ലോകി ഭാഗവതത്തിൽ ബ്രഹ്മം വിഷ്ണുവിന്റെ രൂപം ധരിച്ച് ബ്രഹ്മാവിന് സത്യമുപദേശിക്കുന്നു. അഹമേ വാസമേ വഗ്രേ നാന്യത് സദസത്പരം. അല്ലയോ ബ്രഹ്മാവേ, പ്രപഞ്ചനാമരൂപങ്ങൾ പ്രകടമാകുന്നതിനു മുൻപ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാന്യത് സദസത്പരം, സത്തോ അസത്തോ ആയി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഈ നാമരൂപങ്ങൾ പ്രകടമായി, അപ്പോഴോ പശ്ചാത്തഹം, ഞാൻ മാത്രമേ ഉള്ളൂ. നിരവധി നാമരൂപങ്ങൾ സ്വർണത്തിൽ പ്രകടമായി. എന്തുണ്ട് ഇപ്പോൾ? ആഭരണങ്ങൾ നിരന്നിരിക്കുകയാണ്. എന്തുണ്ട്? സ്വർണം. അല്ലാതെ ആഭരണങ്ങൾ എന്ന് പറഞ്ഞ വസ്തു ഉണ്ടോ? ലേശം പോലുമില്ല. വെറും നാമരൂപങ്ങൾ. പശ്ചാത്തഹം യഥേതച്ച. അല്ലയോ ബ്രഹ്മാവേ, നാമരൂപങ്ങളുണ്ടായതിനു ശേഷവും ഞാൻ മാത്രം. ഇനി ഈ നാമരൂപങ്ങൾ പോയി എന്തവശേഷിക്കും? വസ്തു മാത്രം. സകല ആഭരണ നാമരൂപങ്ങളും മറഞ്ഞാലും സ്വർണം ബാക്കി നിൽക്കും. അതുപോലെ ഈ ജഗത്തിൽ ബോധം വസ്തു. നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് എന്തുണ്ട്? ബോധം, ആത്മാവ്. അതിനെന്ത് പേര് വേണോ പറഞ്ഞോളുക. നമ്മൾ ഈ ബോധം എടുത്തു പറയുന്നത് നമുക്ക് കൂടുതൽ പെട്ടെന്ന് ബോധ്യപ്പെട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം. ബോധം തന്നെയാണ് ആത്മാവ്, ബ്രഹ്മം, ശാസ്ത്രീയമായ ഈശ്വരൻ. അതിന്റെ ഒക്കെ പേര് ബോധം.